ഹലോ മക്കളെ, ഫിസിക്സിൽ പ്രോബ്ലം ചെയ്യുന്നത് നിങ്ങൾക്കൊരു പ്രോബ്ലമായിട്ട് തോന്നുന്നുണ്ടോ? ന്യൂമറിക്കൽസ് ഉള്ളതുകൊണ്ട് മാത്രം ഫിസിക്സ് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മാത്രം വരുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രോബ്ലത്തിൻ്റെ കാര്യത്തിലുള്ളത്. കാരണം മുമ്പൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രോബ്ലം ചെയ്യുക, ഒരു ആൻസർ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് ഫിസിക്സിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, ഇപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആഫ്റ്റർ കൊറോണയ്ക്കൊക്കെ ഉള്ള ശേഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വളരെ സിമ്പിളായിട്ടുള്ള ലോവർ ഓർഡർ തിങ്ങിലുള്ള വളരെ ചെറിയ നോളജ് ലെവലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതി ശീലിച്ച ഒരു വിഭാഗമാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം എന്ന് പറയുന്ന സെഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 2015 മുമ്പേ ഉള്ള സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോബ്ലംസ് ചോദിക്കുമായിരുന്നു ക്വസ്റ്റിനകത്ത്. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിനകത്ത് എൻട്രൻസ് ലെവലിലുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് വരെ ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയത്ത്, ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിൽ ആ ഒരു രീതിയിലുള്ള പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ്, അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പൊക്കെ പുതിയ രീതിയിലുള്ള ഒരു എക്സാം പാറ്റേൺ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഓഫ് എക്സാമിനേഷനിൽ പ്രോബ്ലം ചെയ്ത് പഠിക്കാതെ നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ അല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ നിങ്ങളുടെ +2 നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എക്സാമിനകത്ത് 20 മാർക്കിനാണ്, 20 മാർക്സിനാണ് പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത്. 20 അല്ല, 21 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 21 മാർക്സൊക്കെ നമ്മൾ മിസ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+ പോയിട്ട് A ഗ്രേഡിലേക്ക് പോലും നമുക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സോ പ്രോബ്ലം ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് തന്നെ വരണം. അപ്പോൾ നമ്മളിത് എക്സാമിനേക്ക് വേണ്ടിയിട്ട് നാളെ മറ്റന്നാൾ വരുന്ന എക്സാമിനേക്ക് വേണ്ടിയിട്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നത്. എങ്കിൽ കൂടി ഇതൊരു ശീലമാക്കി നിങ്ങൾ എടുക്കണം. പ്രോബ്ലം ചെയ്യുന്നതും ആൻസർ കണ്ടുപിടിക്കുന്നതും ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും എന്തല്ല, ഒരു പ്രോബ്ലം അല്ല. അപ്പോൾ അവിടെ ശരിക്കും എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞിട്ടുള്ള ഡയലോഗ് കേട്ടോ. ആരാന്നൊക്കെ നമുക്ക് വഴിയെ പിന്നീട് വരുന്ന വീഡിയോസിലൊക്കെ പറയാം. ദ പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദ പ്രോബ്ലം. നമ്മൾ പ്രോബ്ലം കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, എനിക്കിതൊന്നും അറിയില്ല, ഞാനിതൊന്നും ചെയ്ത് പഠിച്ചിട്ടില്ല, പ്രോബ്ലമാണ്, ന്യൂമറിക്കലാണ്, എനിക്കറിയില്ല എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. സോ അതിനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ഡസൻറ്റ് മാറ്റർ. പ്രോബ്ലം ഫേസ് ചെയ്യുക. പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സ്, നമ്മുടെ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനും അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഈ 2 ചാപ്റ്റേഴ്സിലെ കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് റിവിഷൻ പോലെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ കുറച്ച് പ്രോബ്ലംസ് മാത്രം നമ്മൾ ഡീൽ ചെയ്ത് പോവുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുനിന്ന് ചോദിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിളായിട്ടുള്ള 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ലെവൽ ക്വസ്റ്റ്യനാണ്. 2020 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണേ, നോക്കിക്കോളൂ. 4 പെയേഴ്സ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് എ ബോഡി അലോങ് എക്സ് ആക്സിസ്. 4 പെയറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, അല്ലെ? ABCD ആയിട്ട് 4 പെയറുകൾ കാണാൻ പറ്റും. അത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്നുള്ള ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പെയേഴ്സിൽ ഏതിനാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കി, ഇങ്ങനെ ഒരു പെയർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യത്തെ ആളെ നിങ്ങൾ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഞങ്ങൾക്ക് X1 എന്നും ഫൈനലിനെ X2 എന്നും വിളിക്കാം. അപ്പോൾ ഞാനത് ഓരോ പെയറിലും X1 ഉം X2 എഴുതി വെക്കുന്നു. X1 X2 X1 X2 X1 X2. നോക്കിയേ നിങ്ങൾ. അപ്പോൾ ആദ്യത്തെ പെയറിൽ X1 X2 എന്താ നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ X2 - X1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ A എന്ന് പറഞ്ഞ പെയറിൽ നമുക്ക് X2 - X1 ചെയ്ത് നോക്കാം. X2 എത്രയാണ്? X2 എന്ന് പറയുന്നത് 15 മീറ്ററാണ്. X1 എന്ന് പറയുന്നത് -10 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ അത് പ്ലസും മൈനസും കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് X2ൻ്റെ സ്ഥാനത്ത് +15 മൈനസ്, ഇക്വേഷനിലുള്ള മൈനസ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. കൂടാതെ എന്തുകൂടി ഉണ്ട്, ആ 10-ലൊരു മൈനസ് വേറെ ഉണ്ട്, അല്ലേ? 10-ലൊരു മൈനസ് വേറെ ഉണ്ട്. അപ്പോൾ 15 - -10 എന്ന് വെച്ചാൽ എത്ര മീറ്ററായി? 25 മീറ്ററായി. 25 മീറ്റർ. അത് പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് അല്ലേ? +25 മീറ്റർ. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റാണ്. യെസ്,
ദെൻ അടുത്തത് രണ്ടാമത്തത് ബി എന്ന് പറഞ്ഞ പേര് നോക്ക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനല്ലേ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. -12 -5 എന്ന് വെച്ചാൽ -12 + 5 എന്ന് പറയുമ്പോൾ -7 മീറ്റർ എന്ന് വരും അല്ലേ. ഈ സി പെയർ നോക്ക്, -5 -2 അപ്പം -7 മീറ്റർ തന്നെ, അപ്പോൾ അതും നെഗറ്റീവാണ്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ എന്താ വരുന്നത് 1 - 2 അല്ലേ, 1 - 2 എന്ന് പറയുമ്പോൾ -1 മീറ്റർ. അപ്പോൾ ഇതിനകത്തൊക്കെ നോക്കിയാൽ നിങ്ങൾ, ഇതിനകത്തൊക്കെ എന്താ വരുന്നത്, ഇതിനകത്ത് നെഗറ്റീവാണ്. ഇതിനകത്ത് എന്താണ്, പോസിറ്റീവ് അല്ലേ, ഇതിനകത്ത് വരുന്നത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എന്നത് സെലക്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്, ഒരു VT ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾ. ഈ ബോളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ, ഡയറക്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ എക്സ് ആക്സിൽ എന്തുണ്ട്, ഇവിടെ വെലോസിറ്റി ഉണ്ട്, ഇവിടെ ടൈം ഉണ്ട്. അപ്പോൾ നോക്ക്, ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ടൈം 0 ആണ്. ടൈം 0 ആവുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ് എന്ത്, ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ നോക്കിയേ, ഇവിടെ എത്രയാണ്, 100 അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് പറയാം, ഇനീഷ്യൽ വെലോസിറ്റി V = അല്ലെങ്കിൽ U = 100 m/s. റെഡി? യെസ്. അടുത്തത് നമുക്ക് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ് ഫ്രം ഗ്രാഫ്. അപ്പോൾ ഞാൻ ഈ ഗ്രാഫ് നോക്കുമ്പോൾ എനിക്ക് 20 സെക്കൻഡ് കാണാം അല്ലേ. 20 സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ എവിടെ വരെയാണ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെയാണ് 20 സെക്കൻഡ് എന്ന് വെച്ചാൽ ഈ ബോളിൻ്റെ കംപ്ലീറ്റ് മോഷൻ. ഇപ്പോൾ ഞാനൊരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു, ആ ബോൾ തിരിച്ചെൻ്റെ കയ്യിൽ തന്നെ വന്ന് വീണു, അപ്പോഴാണ് ആ മോഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ 20 സെക്കൻഡ് കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണ്, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവിടുന്ന് ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു VT ഗ്രാഫ് എന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? സിമ്പിളാണ്. നിങ്ങൾ എന്തെടുത്താൽ മതി, ഏരിയ ഓഫ് ഗ്രാഫ് എടുത്താൽ മതി. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ മതി. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കിവിടെ എന്ത് കാണാൻ സാധിക്കുന്നുണ്ടെന്നറിയോ, എനിക്ക് ഇതിനകത്ത് നിന്ന് 2 ട്രയാങ്കിൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ എനിക്ക് കാണാം, അതുപോലെ ഇപ്പുറത്തൊരു ട്രയാങ്കിൾ കാണാം. ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഏരിയ എടുക്കുമ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെയും കൂടി ഏരിയ അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് രണ്ടും സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ട്രയാങ്കിളാണ്. മുകളിലത്തെ അതേ ട്രയാങ്കിൾ അല്ലേ താഴേക്കും, മുകളിലേക്ക് പോയ അതേ ദൂരം തന്നെയല്ലേ താഴേക്കും വരുന്നത്. അപ്പോൾ മുകളിലേക്ക് പോയ ദൂരം കണ്ടുപിടിക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ ട്രയാങ്കിളിൻ്റെ ഏരിയ, ½ BH ആണ് ഏരിയ എന്ന് വെച്ചാൽ ½ ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് 10 അല്ലേ, ഇവിടെ അടുത്ത് 10, ഇവിടെ നമുക്ക് 10, 5 കഴിഞ്ഞ് 10 വരെ. ദെൻ Hൻ്റെ സ്ഥാനത്ത് 100 ഇൻറ്റു 100 അല്ലേ, ½ ഇൻറ്റു 10 ഇൻറ്റു 100 എന്ന് വെച്ചാൽ എത്രയായി, 10 ഇൻറ്റു 100 1000/2 എന്ന് പറയുമ്പോൾ 500 മീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് മുകളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴേക്ക് ഇപ്പം ഇതിൻ്റെ ഏരിയ എത്ര കിട്ടി, 500 മീറ്റർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് കാണാൻ ഇതിപ്പോൾ കണ്ടുപിടിച്ചത് അപ്വാർഡ് മോഷൻ്റെയാണ്, അതേപോലെ ഡൗൺവാർഡും ഉണ്ടാവുമല്ലോ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2 × 500 = 1000 മീറ്റർ ആണ് നമ്മുടെ ബോൾ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. ഇനി സപ്പോസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണാൻ പറഞ്ഞിരുന്നെങ്കിലോ, അപ്പോഴും ഏരിയ ഓഫ് ഗ്രാഫ് തന്നെയാണ്. പക്ഷേ അവിടെ എന്ത് ശ്രദ്ധിക്കണം, അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല കേട്ടോ, പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് പറഞ്ഞിരുന്നതെങ്കിൽ, സപ്പോസ് അങ്ങനെയും ചോദിക്കാമല്ലോ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മുകളിൽ ഏരിയ ½ ഇൻറ്റു 5 ഇൻറ്റു 10 ½ ഇൻറ്റു 10 ഇൻറ്റു 100 = 500 മീറ്റർ എന്ന് കിട്ടും. താഴത്തെ ഏരിയ നോക്ക്, ½ ഇൻറ്റു 10 ഇൻറ്റു താഴേക്ക് വരുമ്പം ഇത് -100 അല്ലേ, 10 ഇൻറ്റു -100 ചെയ്യണം. അപ്പോൾ -500 എന്നാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 0 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് 1000ഉം ഡിസ്പ്ലേസ്മെൻറ്റ് 0യും. അപ്പോൾ ഡിസ്റ്റൻസ് കാണുമ്പോൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. പ്ലസ് മുകളിലുള്ള ഏരിയ പ്ലസ് താഴെയുള്ള ഏരിയ. ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോൾ
മുകളിലുള്ള ഏരിയ മൈനസ് താഴെയുള്ള ഏരിയ. അപ്പം 500 500 പോയി കഴിഞ്ഞാൽ 0 മീറ്റർ എന്നായി. ഓക്കെ, റെഡി അല്ലേ? എയും ബിയും ഒക്കെയാണ്. സി ക്വസ്റ്റ്യൻ നോക്ക്. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. സി ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം T2 മൈനസ് T1 അല്ലേ? അപ്പോൾ നോക്ക്, ഇവിടെ ഞാൻ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് -100 ആക്കി എടുത്തു. ഇനീഷ്യൽ വെലോസിറ്റി തുടങ്ങുന്ന സമയത്തുള്ള വെലോസിറ്റി 100ഉം അവസാനിക്കുന്ന സമയത്തുള്ള വെലോസിറ്റി -100ഉം അല്ലേ? അപ്പം ഫൈനൽ വെലോസിറ്റി V2 ഇതാണ് V2 കേട്ടോ. ഇതാണ് ഇവിടെ V2, ഇതാണ് V1. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഇൻ്റർവെല്ലിലും എടുക്കട്ടോ, കുഴപ്പമില്ല. ഞാനിവിടെ ഇനീഷ്യലും ഫൈനലും കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രാഫ് മൊത്തം കൺസിഡർ ചെയ്യുന്നുണ്ട്. -V1 എന്ന് പറയുന്നത് എത്രയാണ്? 100 + 100 ഡിവൈഡഡ് ബൈ 20 അല്ലേ? 20 - 0 എന്ന് പറയുമ്പോൾ 20 എന്ന് വെച്ചാൽ -200 ഡിവൈഡഡ് ബൈ 20 എന്ന് വെച്ചാൽ ആക്സലറേഷൻ എത്രയാണ്? -10 m/s² എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെ അല്ലേ? സിമ്പിൾ, റൈറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. ഒരു പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിൻ്റെ ഭാഗത്തുനിന്ന് പ്രോബ്ലം ചോദിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും ചോദിക്കുക. നിങ്ങൾ NCERT ഒക്കെ സോൾവ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ചാൻസ് ഉണ്ട് ഈ വർഷം അത് വരാൻ. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി. വീണ്ടും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ ഗ്രാഫിലേക്ക് ഒന്ന് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഭാഗത്ത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ വന്നു കഴിഞ്ഞാൽ എന്താണത്? യൂണിഫോം ആക്സലറേഷൻ അല്ലേ? അപ്പോൾ ഇതിനകത്ത് OA എന്ന് പറയുന്ന ഭാഗം യൂണിഫോം ആക്സലറേഷനാണ്. യൂണിഫോം ആക്സലറേഷൻ ഇത് മുകളിലേക്കല്ലേ പോണത്? ഡയറക്ഷൻ മുകളിലേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ അത് യൂണിഫോം പോസിറ്റീവ് ആക്സലറേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എഴുതി വെക്കാം, OA എന്ന് പറയുന്ന റീജിയൻ യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷനാണ് കാണിക്കുന്നത്. ഇനി നോക്ക്, AB എന്ന് പറഞ്ഞ റീജിയനിൽ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലേ? നോക്ക്, AB എന്ന് പറഞ്ഞ റീജിയനിൽ വെലോസിറ്റി മാറുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ABയിൽ ആക്സിലറേഷൻ എത്രയാണ്? 0 ആണ്. അത് കഴിഞ്ഞ് BC എന്ന് പറഞ്ഞ റീജിയൻ നോക്ക്. BC എന്ന് പറഞ്ഞ റീജിയനിൽ വെലോസിറ്റി എന്താ ചെയ്യുന്നത്? താഴേക്ക് കുറയുക ചെയ്യുന്നത്. വെലോസിറ്റി കുറയുക, സ്പീഡ് കുറയുക. വെലോസിറ്റി കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ. വെലോസിറ്റി കുറയുമ്പോൾ എപ്പോഴും യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ അല്ല. ഇവിടെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ വെലോസിറ്റി കുറയുന്നത് BCയിൽ. അപ്പോൾ നമുക്ക് യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ പറയാം. ഈ യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ്റെ മറ്റൊരു പേരാണ് റിട്ടാർഡേഷൻ. എന്താ വിളിക്കുക? റിട്ടാർഡേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളെ ചോദ്യം എന്താ? യൂണിഫോം റിട്ടാർഡേഷൻ കാണിക്കുന്ന റീജിയൻ ഏതാണ്? അല്ല, യൂണിഫോം റിട്ടാർഡേഷൻ കാണിക്കുന്ന റീജിയൻ ഏതാണ്? ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞേനി BC ആണ്, സംശയമൊന്നുമില്ല. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം 2 to 7 സെക്കൻഡ്. 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആദ്യം 2 to 7 സെക്കൻഡ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എവിടെ കിടക്കുന്നത്? ഇവിടെ മുതൽ ഇവിടെ വരെ, A മുതൽ B വരെയുള്ള റീജിയൻ. എന്ന് വെച്ചാൽ നമുക്ക് ഗ്രാഫിനകത്ത് കംപ്ലീറ്റ് ഏരിയ വേണ്ട, ഈ ഒരു ഭാഗം മാത്രം മതി. ഇതൊരു VT ഗ്രാഫ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ എടുത്താൽ മതി. പക്ഷെ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഏരിയ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് മുതൽ എവിടെ വരെ മതി? ഈ ഒരു ഏരിയ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തുള്ള ഏരിയ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഈ ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇതൊരു റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എടുത്താൽ മതി. ഏരിയ ഓഫ് ഷെയ്ഡ് റെക്റ്റാങ്കിൾ. നോക്കി പറഞ്ഞേ, റെക്റ്റാങ്കിളിൽ ഈ ഭാഗം 5 ആയിരിക്കും. 7 2 പോയി കഴിഞ്ഞാൽ 5. മുകളിലേക്കുള്ള എത്രയാണ്? 6 അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതണേ. നിങ്ങൾ സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതണേ, അല്ലെങ്കിൽ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണേ. ഡിസ്പ്ലേസ്മെൻറ്റ് ബീൻ്റെ ആൻസറാണ് എഴുതുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഗ്രാഫ്. ഏരിയ കാണുന്ന സമയത്ത് 5 ഇൻറ്റു 6, ദാറ്റ് മീൻസ് 30 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ്. യെസ്, അടുത്തത് എന്താണ്? C ക്വസ്റ്റ്യൻ. എ സ്റ്റോൺ ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ്. സ്റ്റോൺ എന്ത് ചെയ്യുന്നു? ഒരു ഹൈറ്റിൽ നിന്ന് ഒരു സ്റ്റോണ് താഴേക്ക് വരുന്നു. യെസ്. അറൈവ്ഡ് അറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടൈം ടേക്കൺ ടു റീച്ച് ഗ്രൗണ്ട്. ഒരു ഹൈറ്റിലുള്ള സ്റ്റോൺ എന്ത് ചെയ്യുന്നു? താഴേക്ക് ഗ്രൗണ്ടിലേക്ക് വരുന്നു. എത്ര സമയം കൊണ്ടാണ് അത് താഴെ എത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കി, ഇവിടെ നമ്മളെ കയ്യിൽ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക്
എച്ചും ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മതി. എച്ച് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റിനല്ലേ കാണിക്കുന്നത് അല്ലേ? എച്ച് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗത്തല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നെടുക്കുന്നു. അപ്പോൾ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീലി ഫാളിങ്ങിൻ്റെ കേസ് അല്ലേ. അപ്പോൾ ഫ്രീലി ഫാളിങ്ങിൻ്റെ കേസിൽ ഫ്രീ ഫാൾ ആണെങ്കിൽ യു ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് എസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, വെറും എച്ച് അല്ല, എച്ച് താഴേക്കല്ലേ. അപ്പോൾ എസ് നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് എസ്സിനെ നിങ്ങൾ -h എന്ന് വിളിച്ചു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, -h ഈസ് ഈക്വൽ ടു യുവിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ ഈ ടേം ഉണ്ടാവില്ല അല്ലേ. എ ഈക്വൽ ടു എന്താണ്, താഴേക്ക് വരുമ്പോൾ ആക്സലറേഷൻ നിങ്ങൾക്ക് -d എന്ന് വിളിക്കാം, ഈക്വൽ ടു -12 ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, ദെൻ ടി ഈസ് ഈക്വൽ ടു ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്, രണ്ട് സൈഡിൽ നിന്ന് നെഗറ്റീവ് കട്ട് ചെയ്യുക. ടി ഈക്വൽ ടു ഈ 2 ഇവിടെ ഡിനോമിനേറ്ററിലെ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ന്യൂമറേറ്ററിലേക്ക് വരും, 2h എന്നായി. ഇവിടെ ന്യൂമറേറ്ററിലെ ജി ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ജി അല്ലേ. ഇവിടെ നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് നടത്താണ്, ഡിനോമിനേറ്ററിലെ 2 ഇങ്ങോട്ട് വന്നു, ന്യൂമറേറ്ററിലുള്ള ഇത് താഴേക്കും വന്നു. ഓക്കെ, സോ 2h/g, ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2h/g. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്താടാ, √2h/g എന്ന് കിട്ടി. അപ്പോൾ ഒരു ഫ്രീലി ഫാളിങ് ഒബ്ജക്റ്റ് താഴെ എത്താൻ എടുക്കുന്ന സമയമാണ് എന്ത്, √2h/g. അതിൻ്റെ ഡെറിവേഷനാണ് ഈ ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ഷോൺ ബിലോ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, AT ഗ്രാഫാണ്. പ്രത്യേകം പറയുന്ന കാര്യമുണ്ട്, ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് ചെയ്ത് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രോബ്ലത്തിനകത്ത് അത് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതിനകത്ത് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. 2 യൂസ് ഉണ്ട്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാം, ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അതേപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2 യൂസാണ് നമ്മുടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന് ഉള്ളത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതിപ്പോൾ ഒരു AT ഗ്രാഫാണ് അല്ലേ. ഇത് ഏത് ഗ്രാഫാണ്, AT ഗ്രാഫാണ്. യെസ്, AT ഗ്രാഫിനെ ഞാൻ എന്താക്കി മാറ്റാൻ പോവുക, VT ഗ്രാഫാക്കി മാറ്റാൻ പോവുക. അപ്പോൾ ഞാൻ ആദ്യം ഫ്രെയിം വരയ്ക്കണം. ഫ്രെയിം വരയ്ക്കുന്ന സമയത്ത് ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം, അതിൽ മാറ്റമില്ല. ഇനിയോ ടൈം ആക്സിസ് നിങ്ങൾ ചേഞ്ച് ചെയ്യാതെ എഴുതാം. ഇപ്പോൾ ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്തു, 3 ഇൻ്റർസെക്ഷൻ കാണാനുണ്ട്. അപ്പോൾ 3 എഴുതി, 6 എഴുതി, എല്ലാ നമ്പറും കൂടി ഒന്ന് എഴുതി വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ട് ഇതുപോലെ ഈ ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഇവിടെ ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ 4ഉം 5 എന്ന് പറയുന്ന വാല്യൂസിനൊന്നും വലിയ വാല്യൂസ് ഇല്ല. അപ്പോൾ 3ലാണ് ചേഞ്ച് വരുന്നത് അല്ലേ, 3ലും 6ലുമാണ് ഈ ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർസെക്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആ നമ്പർ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഇനി നിങ്ങൾ നോക്കടാ എങ്ങനെയാണ് വരിക. ഇവിടെ ഇതൊരു AT ഗ്രാഫ് അല്ലേ. AT ഗ്രാഫിൻ്റെ എന്തെടുത്താലാണ് വെലോസിറ്റി കിട്ടുക, ഏരിയ ഓഫ് AT ഗ്രാഫ് നിങ്ങൾ എടുത്താൽ എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. അപ്പോൾ നോക്ക്, ഇവിടെ നമ്മൾ ഏരിയ എടുക്കാൻ പോവുക. അപ്പോൾ ആദ്യം ഞാൻ ആരുടെ ഏരിയ എടുക്കുന്നു, ഈ ഗ്രാഫിൻ്റെ ഏരിയ എടുക്കുന്നു. എന്ന് വെച്ചാൽ എത്രയാടാ, ഈ ഗ്രാഫിൻ്റെ ഏരിയ എടുക്കുമ്പം 4 × 3 അല്ലേ. ഏരിയ ഓഫ് AT ഗ്രാഫ് എന്ന് പറയുമ്പം 4 × 3 ആണ്. ഇവിടെ 4 ആണ് വരുന്നത്, ഈ ഭാഗത്ത് 4 ആണ് വരുന്നത്, ഇവിടെ 3 ആണ് വരുന്നത്. അപ്പോൾ 4 × 3 എന്ന് വന്നു. എന്ന് വെച്ചാൽ 12 m/s ആണ് ആദ്യത്തെ 3 സെക്കൻഡിൽ എത്തുന്ന വെലോസിറ്റി. അപ്പോൾ ഫസ്റ്റ് 3 സെക്കൻഡിൽ 12 m/s വരെ എത്തുന്നു. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം എന്താണ്, റെസ്റ്റ് എന്നാണ്. അപ്പോൾ റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എത്രയായി, 3 സെക്കൻഡ് ആയപ്പോഴേക്ക് 12 സെക്കൻഡായിട്ട് മാറി, 12 m/s ആയിട്ട് അതിൻ്റെ വെലോസിറ്റി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ VT ഗ്രാഫിൻ്റെ മുകളിൽ എന്ത് മാർക്ക് ചെയ്യാം, ഓക്കെ, നമ്മുടെ VT ഗ്രാഫ് ഇതുപോലെ വരച്ചു. യെസ്, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണേ, ഞാൻ വരച്ചപ്പോൾ അത് വളഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആക്കി വരയ്ക്കാം. യെസ്, ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആക്കി വരച്ചു. ഇവിടെ ഫ്രെയിമിനെ മുകളിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, ഇവിടെ 12 cm അല്ലേ, 12 + 12 എന്ന് മാർക്ക് ചെയ്യാം.
യെസ്. ഇനി അടുത്ത പരിപാടി എന്താ? ഇവിടെ നോക്കി, അടുത്തത് താഴേക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റി എന്തായിട്ടുണ്ട് ഇവിടെ. ഇവിടുത്തെ ഏരിയ എടുക്കുക. താഴത്തെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി വീണ്ടും കിട്ടും അല്ലേ. ഇവിടുത്തെ ഏരിയ എന്താ വരിക? 3 × -4. ഇവിടെ 3 × -4 ചിലപ്പോൾ -12 എന്ന് വരും അല്ലേ. വെലോസിറ്റി എന്തായിട്ടുണ്ട്? വെലോസിറ്റി നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്. വെലോസിറ്റി നെഗറ്റീവ് അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് വെലോസിറ്റി -12 എന്നുള്ള രീതിയിൽ ഇതുപോലെ -12 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ 6 വന്ന് അവസാനിക്കുന്ന രീതിയിൽ കാണിച്ചാൽ മതി. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ ആയിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു AT ഗ്രാഫിന് എന്താക്കി മാറ്റി? VT ഗ്രാഫാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യണം? -12 എന്ന് മാർക്ക് ചെയ്യണം. യെസ്. ഇതിനടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻ്റ് എന്നല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് എവിടെ വരെയാണ്? 0 to 3 സെക്കൻഡിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 0 to 3 സെക്കൻഡിൽ നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ഈ ഗ്രാഫിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഏരിയ എടുത്താൽ മതി. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ അങ്ങ് എടുക്കുക. എന്താ ഏരിയ വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് x ആണ്. x = വെലോസിറ്റി × ടൈം. വെലോസിറ്റി എത്രയാണ്? 12 × ½ അല്ലേ. വെലോസിറ്റി ഏരിയ എടുക്കുമ്പോൾ ½ BH എടുത്താൽ മതി. യെസ്. ½ × ബിയുടെ സ്ഥാനത്ത് 3 ആണ്, എച്ചിൻ്റെ സ്ഥാനത്ത് 12 ആണ്. അപ്പോൾ 6 × 3 18 മീറ്ററാണ് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. ശരിയാണല്ലോ. യെസ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പാർട്ടിക്കിൾ മൂവിങ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ സച്ച് ദാറ്റ് ഇറ്റ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി പോയിൻറ്റ് t ഈസ് ഗിവൺ ബൈ s = 3t³ 7t² 14t + 5. നമുക്ക് ഇത്രയും മീറ്ററാണ്. ഇങ്ങനെ എൻ്റെ ക്വസ്റ്റ്യനകത്ത് മീറ്റർ ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളോടുള്ള ചോദ്യം വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം 1 സെക്കൻഡ് സമയത്ത്. നമുക്ക് ന്യൂമറിക്കലായിട്ട് വാല്യൂസ് തന്നിട്ട് വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കാൻ അറിയാം. ഗ്രാഫിൽ നിന്ന് വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കാനും ഇപ്പോൾ പഠിച്ചു. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് തന്നാൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് ഒരു വാല്യൂ, ഫങ്ഷണൽ വാല്യൂ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇവിടെ നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റി അല്ലേ, അതുപോലെ 1 സെക്കൻഡിലുള്ള ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന വെലോസിറ്റിയും ആക്സിലറേഷനെയും നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്നാണ് പറയാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷനാണ് ds/dt. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് dx/dt ആയിരിക്കും. ഇവിടെ എക്സിന് പകരം x ആയതുകൊണ്ടാണ്. സപ്പോസ് നമുക്കിത് x ആക്കാം. x ആക്കുകയാണെങ്കിൽ dx/dt ഈസ് ഈക്വൽ ടു d/dt ഓഫ് നമ്മുടെ ഓപ്പറേഷനാണ്. d/dt എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എഴുതി കൊടുക്കാം. എന്തൊക്കെയാണ് വാല്യൂസ്? എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3t³ + 7t² + 14t + 5. ഓക്കെ, ഇതൊരു ഓപ്പറേഷനാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന രീതിയും ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന മെത്തേഡ് മാത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു ഡിഫറൻസിയേഷൻ ഓപ്പറേഷനാണ്. ഇത് ചെയ്യുന്ന സമയത്ത് നോക്കി, ആദ്യം ഇവിടെ ഒരു 3 ഉണ്ടല്ലോ. ഈ 3യെ അതുപോലെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി. യെസ്, 3 അതുപോലെ എഴുതി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3ൻ്റെ പവർ ടീൻ്റെ പവർ എന്താണ്? ക്യൂബ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 3നെ കൊണ്ട് ആ ക്യൂബിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബാക്കി എന്തുണ്ട്? അവിടെ t ഉണ്ട് അല്ലേ. ബാക്കിയുള്ള ടീനെ എടുത്ത് എഴുതി. ഈ ടീൻ്റെ പവറിന് എഴുതുമ്പോൾ ഒന്ന് കുറച്ച് എഴുതാം. അപ്പോൾ 3 × 3t² എന്നായി. പ്ലസ് ഇനി അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തോളൂ. ഇവിടെ 7 ഉണ്ട്. ആ 7നെ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. അപ്പോൾ നമുക്ക് 7 ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ 7 ടീൻ്റെ പവർ 2 അല്ലേ 7ൻ്റെ കൂടെ. അപ്പോൾ 2നെ മുമ്പോട്ട് എടുത്ത് എഴുതി. t വീണ്ടും എഴുതി. ഇനി ടീൻ്റെ പവർ ഒന്ന് കുറച്ച് എഴുതുമ്പോൾ t⁻1 പ്ലസ് അടുത്തതിൽ എന്ത് ചെയ്യണം? അടുത്തതിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 14 ഉണ്ട്. അപ്പോൾ 14 ഇങ്ങോട്ട് എടുത്ത് എഴുതി. ടീൻ്റെ പവർ 1 അല്ലേ ഇവിടെ ഉള്ളത്. ടീൻ്റെ പവർ ഇവിടെ 1 അല്ലേ. അപ്പോൾ ഇനി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? t⁻0 എന്ന് എഴുതിയാൽ മതി. പ്ലസ് ഇവിടെ നോക്ക് 5ൻ്റെ കൂടെ t ഉണ്ടോ? അങ്ങനെയാണെന്ന് വെച്ചാൽ 5നെ നമ്മൾ എന്ത് ചെയ്യണ്ട? ഓപ്പറേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണ്ട. 5നെ ഒഴിവാക്കി കളയാം, വേണ്ട. അപ്പോൾ നമുക്ക് 3 × 3 9t² പ്ലസ് 7 × 2 14t പ്ലസ് 14t⁻0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ? t⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 14 × 1 എന്ന് പറയുമ്പോൾ 14 മാത്രം അല്ലേ. ഇവിടെ 14 മാത്രം വരും. യെസ്. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ പുതിയ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നതാണ് എന്ത്? വെലോസിറ്റിയുടെ ഇക്വേഷൻ.
ഇനി നോക്ക്, ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 1 സെക്കൻഡ് ആവുന്ന സമയത്തുള്ള വെലോസിറ്റി അല്ലേ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എന്ത് പറയാം? യെസ്, വി ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു ടി കാണുന്ന പൊസിഷനിൽ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. ടി ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം 9 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 14 ഇൻറ്റു 1 പ്ലസ് 14. അപ്പം 9 പ്ലസ് 14 പ്ലസ് 14 എന്ന് വെച്ചാൽ 28ഉം 9ഉം 37 മീറ്റർ പെർ സെക്കൻഡാണ് ഒരു സെക്കൻഡിൽ, ഒന്നാമത്തെ സെക്കൻഡിൽ ആ ബോഡിയുടെ വെലോസിറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതേ ക്വസ്റ്റിനകത്തുനിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡി വി ബൈ ഡി ടി ആണ്. അപ്പം ഡി ബൈ ഡി ടി ഓഫ് വിയുടെ പൊസിഷനിൽ ഇനി എന്താ കൊടുക്കേണ്ടത്? നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇതെന്ത് ചെയ്യുക? ഇവിടെ വിൻ്റെ പൊസിഷനിൽ കൊടുക്കുക. അപ്പോൾ നോക്ക്, ഇവിടെ ഞാൻ കൊടുക്കുന്ന സമയത്ത് വിയുടെ വാല്യൂ എത്രയാണ്? 9t സ്ക്വയർ പ്ലസ് 14t പ്ലസ് 14. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നോക്ക്, 9 ആദ്യം എഴുതണം അല്ലേ. ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആൻസറിനകത്ത് 9 ആദ്യം എഴുതുന്നു. 9 എഴുതി, ടീൻ്റെ പവർ 2 അല്ലേ, അപ്പോൾ 9 ഇൻറ്റു 2 ടി റേസ് ടു 2 ആയിരുന്നു, ഒന്ന് കുറച്ച് എഴുതുമ്പോൾ ടി റേസ് ടു 1 പ്ലസ് 14 എഴുതി, ടീൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 14 ഇൻറ്റു 1 എന്നുണ്ടാവും, എഴുതുന്നില്ല. 14 ടി റേസ് ടു 0. ഇനി 14ൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? 14ൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അയാളെ മൈൻഡ് ചെയ്യണ്ട, യൂസ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് 9 ഇൻറ്റു 2 18t പ്ലസ് 14 ടി റേസ് ടു 0 എത്രയാണ്? ടി റേസ് ടു 0 എന്ന് പറയുന്നത് 1 അല്ലേ, അപ്പോൾ 14 മാത്രം. അപ്പോൾ 18t പ്ലസ് 14. അപ്പോൾ ടി ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്ക്. ടി ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ആക്സിലറേഷനെ നമ്മൾ ടീൻ്റെ ഫംഗ്ഷനായിട്ട് കണ്ടുപിടിച്ചു. ടിക്ക് വാല്യൂ 1 കൊടുക്കുമ്പോൾ 18 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 18 പ്ലസ് 14 അല്ലേ, 32 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത്? നമ്മുടെ ഒന്നാമത്തെ സെക്കൻഡിലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The displacement time graph of two moving particles make an angle of 30 degree and 45 degree with x-axis. The ratio of their velocity. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ ഇതുപോലെ ഒരു ഗ്രാഫ് വരച്ച് നോക്കാം. നമുക്ക് 2 മൂവിങ് പാർട്ടിക്കിളിൻ്റെ ഗ്രാഫാണ് ഈ പറഞ്ഞേക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബോഡി ഉണ്ടാക്കുന്നത് 30 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എക്സ് ടി ഗ്രാഫാണ്. യെസ്, 30 ഡിഗ്രിയിലാണ് ആ ഗ്രാഫ് നിൽക്കുന്നത്. രണ്ടാമത്തെ ബോഡി നിൽക്കുന്നത് എത്രയാണ്? 45 ഡിഗ്രിയിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ട എന്താ? വെലോസിറ്റിയുടെ റേഷ്യോ. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നേരത്തെ ചെയ്തു എന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒന്നാമത്തെ ബോഡിക്ക് നിങ്ങൾ എ എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തേന് ബി എന്ന് കൊടുത്തു. അപ്പോൾ വി എ ഡിവൈഡഡ് ബൈ വി ബി അല്ലേ. അപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് അല്ലേ. സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ. അപ്പോൾ ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എയുടെ ആംഗിൾ എത്രയാണ്? 30. അപ്പോൾ ടാൻ 30 ഡിവൈഡഡ് ബൈ ബിയുടെ ആംഗിൾ 45 അല്ലേ. ടാൻ 45. ഓക്കെ, ടാൻ 30 എന്ന് പറയുമ്പോൾ 1/√3 ഡിവൈഡഡ് ബൈ ടാൻ 45 എന്ന് പറയുമ്പോൾ 1. അപ്പം റേഷ്യോ എത്രയാണ്? വി എ ഡിവൈഡഡ് ബൈ വി ബി എന്ന് പറയുന്നത് 1/√3, അല്ലെങ്കിൽ വി എ ഈസ് ടു വി ബി എന്ന് പറയുമ്പോൾ 1/√3. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് 54 km/h is brought to rest in 90 seconds. Find the distance travelled by car before coming to rest. നോക്കിയേ, ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ നമ്മളൊരു ഡയഗ്രാം വരച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റിപ്പോയില്ല. ഒരു കാർ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ആ കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്പീഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 54 km/h. നമുക്കുണ്ടല്ലോ ഇവിടെ ടൈം സെക്കൻഡിലാണ്, ഇവിടെ km/h. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയേക്കുക. അപ്പോൾ 54 km/h എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 18ഉം 54ഉം കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയെന്ത്? ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി. ഇനി എന്ത് ചെയ്യുന്നു?
അത് റെസ്റ്റിലേക്ക് വരികയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആ കാർ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്റ്റിലേക്ക് എത്തി, ഇവിടെ എത്തി നിന്നിട്ടുണ്ട് അല്ലേ, റെസ്റ്റിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഇതാ ഇവിടെ വന്നിട്ട് സ്റ്റോപ്പായി. ഇതുപോലെ കാർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്ന് സ്റ്റോപ്പായിട്ടുണ്ട്. സ്റ്റോപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്, 0 ആണ്. യെസ്, നമ്മളോടുള്ള ചോദ്യം എന്താണ്, എത്ര ദൂരം ഈ കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ദൂരമാണ് എസ്. ഇത് ശരിക്കും കാറ് സ്റ്റോപ്പ് ചെയ്യാനെടുത്ത ദൂരമല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസിൻ്റെ ഇക്വേഷൻ എന്താണ്, എസ് ഈസ് ഈക്വൽ ടു u²/2a. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ആക്സലേഷൻ നെഗറ്റീവാണ്, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ. അപ്പോൾ ആക്സലേഷൻ എന്താണ്, ഇവിടെ സ്പീഡ് കുറയുന്നതായതുകൊണ്ട് ആക്സലേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, എന്നാലും നമ്മൾ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആകാതിരിക്കാൻ വേണ്ടി ആക്സലേഷൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നോക്ക്, ഇവിടെ നമ്മുടെ കയ്യിൽ യു ഉണ്ട് അല്ലേ. യുവിൻ്റെ വാല്യൂ എത്രയാണ്, നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു 15 മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എയും കൂടി കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്തില്ല, എ ഇല്ല. ഇങ്ങനെയാണ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് യു ഉണ്ട്, എ ഇല്ല. അപ്പോൾ എ ഇല്ലെങ്കിൽ എ കണ്ടുപിടിച്ചാലേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് അടുത്ത ചോദ്യം. നോക്ക്, ഇവിടെ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഗിവൺ ഡാറ്റാസ് ഉണ്ട്. യു ഈസ് ഈക്വൽ ടു 15 മീറ്റർ/സെക്കൻഡ് എന്നുണ്ട്, വി ഈസ് ഈക്വൽ ടു 0 എന്നുണ്ട്, ടൈം ഈസ് ഈക്വൽ ടു 90 സെക്കൻഡ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എന്താ, എ ആണ്. അപ്പോൾ ഈ 4 ആൾക്കാർ യുവും വിയും എയും ടിയും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. അപ്പോൾ വി എത്രയാണ്, 0 ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് 15 പ്ലസ് എയുടെ വാല്യൂ എത്രയാണ്, എ അറിയില്ല, ടിയുടെ വാല്യൂ എത്രയാണ്, 90. അപ്പോൾ 90 എ ഈസ് ഈക്വൽ ടു റിലേഷൻ കിട്ടി, 90 എ ഈസ് ഈക്വൽ ടു 15 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, -15 ആവും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു -15/90. അപ്പോൾ ആക്സലേഷൻ കണ്ടോ, നെഗറ്റീവാണ് കിട്ടിയിട്ടുള്ളത്, കുഴപ്പമില്ല, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഈസ് ഈക്വൽ ടു 15² ഡിവൈഡഡ് ബൈ 2 × 15/90. എയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൊടുത്താൽ മതി, നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 90 മുകളിലേക്ക് വരും അല്ലേ. 15 × 15 അല്ലേ, ചെയ്ത് നോക്കാം നമുക്ക്. 15 × 15 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി കേട്ടോ. 90 ഡിവൈഡഡ് ബൈ 2 × 15 ചെയ്യുമ്പോൾ 15 ക്യാൻസൽ, 2ഉം 90 ക്യാൻസൽ ചെയ്താൽ 45. 15 × 45 എന്ന് പറയുമ്പോൾ 675 മീറ്റർ വരും. അപ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അത് ഡിസ്റ്റൻസ് 675 മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കാറ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷനാണ്, പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ ആക്സലറേഷൻ അവിടെ തന്നിട്ടില്ലാത്തതുകൊണ്ട് അത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The figure shows the displacement time graph of runner A and figure shows the velocity time graph of runner B. അപ്പോൾ നമുക്ക് ആദ്യത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്, രണ്ടാമത്തത് വെലോസിറ്റി ടൈം ഗ്രാഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം എന്താ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മോഷൻ ദ റണ്ണർ എ ഹാസ്. ഒന്നാമത്തെ റണ്ണർ എ എന്ന് പറയുന്ന ബോഡി, ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, ഈ ബി എ എന്ന് പറയുന്ന റണ്ണറുടെ മോഷൻ ഏത് ടൈപ്പാണെന്നാ നോക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ പോസിറ്റീവ് സ്ലോപ്പ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ പോസിറ്റീവ് സ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ അത് യൂണിഫോം മോഷൻ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് മോഷനും ഏതാണെന്ന് പറയാം. ഇത് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഇതോ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇൻക്ലൈൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷനാണെന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റിനകത്ത് റണ്ണർ ബിയുടെ മോഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. then അടുത്തത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാലും നമുക്കൊന്ന് പറഞ്ഞു പോവാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഒരു സപ്പോസ് ദാറ്റ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ലെങ്ത്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടത്. ടൈം പീരീഡ് ടി ആണ്. ടി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ടി പ്രൊപ്പോർഷണൽ ടു മാസ്, ലെങ്ത്ത്, ഗ്രാവിറ്റി എന്ന് എഴുതി.
ഇത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, അറിയാത്തത് കൊണ്ട് ഇതിൻ്റെ പവർ എ ബി സി എന്നിട്ട് വെക്കുന്നു. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അറിയണമല്ലോ. പോസിറ്റീവ് ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ എമ്മോ എല്ലും ജിയും വരണമെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയും ബിയും സി കിട്ടും. അപ്പോൾ സപ്പോസ് എയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എം എവിടെ വരും, ന്യൂമറേറ്ററിൽ. ബിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എൽ ന്യൂമറേറ്ററിൽ. ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ജി ന്യൂമറേറ്ററിൽ. ദെൻ നെഗറ്റീവ് ആണെങ്കിൽ എല്ലാം ഡിനോമിനേറ്ററിലാണ് വരിക. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം രണ്ട് സൈഡിലെയും ഇക്വേഷൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നു. ഇവിടെ ടൈമിൻ്റെ ഡയമെൻഷൻ ടി മാത്രം അല്ലേ. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം, ജസ്റ്റ് m⁻0. എമ്മിൻ്റെ പവർ 0 ആണ്, എല്ലിൻ്റെ പവർ 0 ആണ്, ടീൻ്റെ പവർ എന്താണ്, 1 ആണ്. ടീൻ്റെ പവർ 1, യെസ്, ടീൻ്റെ പവർ 1 അല്ലേ, t⁻1 അല്ലേ. അപ്പോൾ ടീൻ്റെ പവർ 1 പ്രൊപ്പോർഷണൽ ഈസ് ഈക്വൽ ടു, അല്ല നമുക്ക് ആദ്യം ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാം. ഇക്വേഷനകത്ത് ടി ഈക്വൽ ടു കെ ഒരു കോൺസ്റ്റൻറ്റ് വേണം, m⁻a l⁻b g⁻c. ഇനി അതിനകത്ത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്നു. അപ്പം ഇവിടുത്തെ ഡയമെൻഷൻ t⁻1 m⁻0 l⁻0. അപ്പം ഈ ഭാഗത്തുള്ള ഡയമെൻഷൻ എന്താണോ അത് തന്നെ അപ്പുറത്തും വരണം അല്ലേ. അപ്പോൾ നമ്മളത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടത്. മാസിൻ്റെ ഡയമെൻഷൻ എന്താടാ, യെസ്, മാസിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം all⁻a എന്നിട്ട് വെച്ചു. ലെങ്ത് അല്ലേ ഇത്, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ആണ്, l⁻b. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. അപ്പോൾ l⁻2 all⁻c. ഓക്കെ, അപ്പോൾ m⁻a l⁻b l⁻c ഉണ്ട്, t⁻−2c എന്നുണ്ട് അല്ല. ഈ സി എന്താണ്, ഇവർക്ക് രണ്ട് പേർക്കും ഒരുപോലെ ബാധകമാണ്. ഓക്കെ, സി എന്ന് പറയുന്നത് രണ്ട് പേർക്കും ഒരുപോലെ ബാധകമാക്കി കൊടുക്കണം. അപ്പോൾ സി എല്ലിനും കൊടുത്തു, -2ൻ്റെ കൂടെ എഴുതി. അപ്പോൾ നോക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് എന്താ എഴുതാൻ പറ്റുക, m⁻a എം ഒറ്റയ്ക്കാണ്, എല്ലിൻ്റെ പവറായിട്ട് ബിയും ഉണ്ട് സിയും ഉണ്ട്, ടീൻ്റെ പവർ -2c ആണ്. കമ്പയർ ചെയ്യാൻ വേണ്ടി അപ്പുറത്താറുണ്ട് m⁻0 l⁻0 t⁻1. അപ്പോൾ അപ്പുറ സൈഡിൽ നോക്കുമ്പോൾ എയുടെ നോക്ക്, ഇനി കമ്പയർ ചെയ്യുക, രണ്ട് സൈഡും കമ്പയർ ചെയ്യുക. എ ഇവിടെ 0 ആണ്, എമ്മിൻ്റെ പവർ എ ആണ് അല്ലേ. എമ്മിൻ്റെ പവർ എ, എമ്മിൻ്റെ പവർ 0. അപ്പോൾ a = 0 നമുക്ക് കണ്ണും അടച്ച് എഴുതാൻ വേണ്ടി പറ്റും. a = 0. ഇനി നോക്ക്, b+cയുടെ വാല്യൂ എത്രയാണ്, 0 ആണ്. പക്ഷേ രണ്ട് അൺനോൺ ഉണ്ടാകുമ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത് നോക്കുക, -2c എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. അപ്പോൾ c = -1/2 ആണ്. അപ്പോൾ സിയുടെ വാല്യൂവും കിട്ടി, എയുടെ വാല്യൂവും കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇവിടെ എടുത്ത് കൊടുക്കുക. അപ്പോൾ b + -1/2 = 0. അപ്പോൾ b = എന്ത് വരും, -1/2 അങ്ങോട്ട് പോകുമ്പോൾ +1/2 കിട്ടി. അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചിട്ടോ. ഇക്വേഷൻ നമ്പർ 1 എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പുട്ട് a b c in 1. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം t = കോൺസ്റ്റൻറ്റ് m⁻, നമ്മുടെ ഇക്വേഷൻ അതുപോലെ എടുത്ത് എഴുതാം കേട്ടോ. m⁻a, എയുടെ സ്ഥാനത്ത് ഇനി എന്ത് കൊടുക്കാം, എയുടെ പൊസിഷനിൽ ഇനി 0 കൊടുക്കാം അല്ലേ. എയുടെ പൊസിഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. ദെൻ എൽ ഉണ്ട്, ജി ഉണ്ടായിരുന്നു. എയുടെ പൊസിഷനിൽ നമ്മൾ 0 കൊടുത്തു. എല്ലിൻ്റെ പവർ ബി അല്ലേ ഇവിടെ, യെസ്, എല്ലിൻ്റെ പവർ ഇവിടെ ബി അല്ലേ. അപ്പോൾ ബിയുടെ പൊസിഷനിൽ ഇവിടെ എന്ത് കൊടുക്കണം, ബിയുടെ വാല്യൂ ഹാഫ്. അപ്പോൾ ഹാഫ് ഇവിടെ എടുത്ത് കൊടുത്തു, ഹാഫിൻ്റെ വാല്യൂ ഇവിടെ എടുത്ത് കൊടുത്തു. ഇനി അടുത്ത എന്താ, ജീൻ്റെ പവർ സി അല്ലേ ഇവിടെ, ജിയുടെ പവർ സി. ആ സിയുടെ വാല്യൂ എത്രയാണ്, -1/2. അതെടുത്തിട്ട് എന്ത് കൊടുക്കുക, ഇവിടെ കൊടുക്കുക. അപ്പോൾ ജിയുടെ സ്ഥാനത്ത് -1/2. അപ്പോൾ നോക്കുക, എമ്മിൻ്റെ പവർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എമ്മിന് ഇനി എഴുതണം എന്നില്ല. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ പോകുമ്പോൾ എന്ത് ചെയ്യേണ്ട, എമ്മിന് എഴുതണം എന്നില്ല. അപ്പോൾ t = അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. t = k അവിടെ നിൽക്കട്ടെ, എല്ലിൻ്റെ പവർ ഹാഫ്, ജീൻ്റെ പവർ -1/2 ആണ്. അപ്പോൾ g⁻½ താഴെ എഴുതിയാൽ മതി. ഇനി t = ടൈം പീരീഡിൻ്റെ ഇക്വേഷനിലൊക്കെ കെയുടെ വാല്യൂ 2π എടുത്തോളാം. എല്ലാ ടൈം പീരീഡിൻ്റെ ഇക്വേഷനിലും കെയുടെ വാല്യൂ എന്തെടുക്കാം, നിങ്ങൾക്ക് 2π എന്നെടുക്കാം. എല്ലാത്തിലും അതാണ്. ഇനി l⁻½ നിങ്ങൾ √l എന്ന് വിളിച്ചോ, g⁻½ √g എന്ന് വിളിച്ചോ. അപ്പോൾ t = 2π × √l/g എന്ന് കിട്ടി, നമ്മുടെ ഇക്വേഷൻ ആയിട്ടുണ്ട്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ എ ഗിവൺ ഇക്വേഷൻ x = a + bt + ct², ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് a b c.
എക്സ് ഇൻ മീറ്റർ ആൻഡ് ടി ഇൻ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ റൈറ്റ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. എയും ബിയും സിൻ്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം എക്സിൻ്റെ ഡയമെൻഷനും എൻ്റെ ഡയമെൻഷനും ബി ടിയുടെ ഡയമെൻഷനും സി ടി സ്ക്വയറിൻ്റെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് ഒരു ഇക്വേഷനകത്ത് എത്ര ടേംസ് ഉണ്ടോ എല്ലാവരുടെയും ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ ഇക്വേഷനകത്ത് ഒരു ടേം, 2 ടേം, 3 ടേം, 4 ടേം, ഈ 4 ടേമിൻ്റെയും ഡയമെൻഷൻ എന്താവണം? സെയിം ആയിരിക്കണം. ഇനി പറയുന്നുണ്ട് എക്സ് മീറ്ററിലാണ്. മീറ്ററിലാണെങ്കിൽ അത് ലെങ്ത് ആണല്ലോ അല്ലേ? എക്സ് എന്ന് പറയുന്നത് മീറ്ററിലാണ്. മീറ്ററിലാണെങ്കിൽ എന്താണ്? അത് ലെങ്ത് ആണ്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്താ? എക്സ് ഈക്വൽ ടു എ അല്ലേ? എക്സ് ഈക്വൽ ടു എ ആയതുകൊണ്ട് എയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? എല്ലായിരിക്കും. ഇനി നോക്ക്, ബി ടിയുടെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? എല്ലാണ്. അപ്പോൾ ബിയുടെ ഡയമെൻഷൻ എന്താ വരിക? ബി ഇൻറ്റു ക്യാപിറ്റൽ ടിയുടെ ഡയമെൻഷൻ ടി ഈസ് ഈക്വൽ ടു എൽ അല്ലേ? അപ്പോൾ ബീൻ്റെ ഡയമെൻഷൻ എൽ ബൈ ടി എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -1. ബിയുടെ ഡയമെൻഷൻ കിട്ടി. അപ്പോൾ നോക്കിയേ, കിട്ടിയതൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എയുടെ ഡയമെൻഷൻ എല്ലാന്ന് കിട്ടിയിട്ടുണ്ട്. ബീൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത എന്താ പറയുക? സി ടി സ്ക്വയർ അല്ലേ? സി ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്താണ്? സി ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എല്ലാണ്. അപ്പോൾ സി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്ക്വയർ, ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ. ഇപ്പോൾ സീൻ്റെ ഡയമെൻഷൻ എന്താ വരിക? എൽ ബൈ ടി സ്ക്വയർ എന്ന് വെച്ചാൽ എൽ ടി റേസ് ടു -2 ഡയമെൻഷൻ ആയല്ലോ. അപ്പോൾ അതോടെ അങ്ങ് മാർക്ക് ചെയ്ത് നോക്കാം. സിയുടെ ഡയമെൻഷൻ കിട്ടിയിട്ടുണ്ട്. 3ൻ്റെ ആയല്ലേ? അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞു എ ബി സി. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത് നോക്കി. എ ബോയ് റീകോൾ ദ റിലേറ്റീവ് മാസ് റോങ്ലി ആസ് എം ഈക്വൽ ടു m0 ബൈ √1 മൈനസ് വി സ്ക്വയർ യൂസിങ് ഡയമെൻഷണൽ മെത്തേഡ് പുട്ടിങ് ദ മിസ്സിംഗ് സി അറ്റ് ദ പ്രോപ്പർ പ്ലേസ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മുടെ അവിടുത്തെ ചോദ്യം. നമ്മൾ ഈ ഇക്വേഷനെ ഡയമെൻഷനലി ചെക്ക് ചെയ്താൽ മാത്രം മതി. നോക്ക്, അയാൾ എന്തിൻ്റെ ഈ ക്വസ്റ്റ്യൻ മുമ്പൊക്കെ ആയിട്ട് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യനാണ്. റിലേറ്റീവ് മാസിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്. അപ്പം നോക്കി, എം ഈസ് ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ √1 മൈനസ് വി സ്ക്വയർ എന്നാണ് അയാൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്ക്, ഇതിൽ എത്ര ടേംസ് ഉണ്ട് ഇതിനകത്ത്? ഈ ഇക്വേഷനകത്ത് 2 ടേം അല്ലേ ഉള്ളൂ. ഇത് ഒരു ടേം, ഇത് രണ്ടാമത്തെ ടേം. അപ്പോൾ ഈ 2 ടേമിൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കണടാ? സെയിം ആയിരിക്കണം അല്ലേ? ഈ 2 ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അപ്പോൾ നോക്ക്, ഇവിടുത്തെ ഡയമെൻഷൻ എം, അപ്പോൾ ഈ ഭാഗത്ത് ഡയമെൻഷൻ എന്തായിരിക്കണം? എം ആയിരിക്കണം. m0 എന്ന് പറയുന്നത് റെസ്റ്റ് മാസാണ്. അപ്പോൾ അവിടെ m എന്ന് നിൽക്കട്ടെ. യെസ്, ഡിവൈഡ്. അപ്പോൾ ഇവിടെ ഈക്വൽ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അടിയിൽ നോക്കി, റൂട്ടിനകത്ത് 1 മൈനസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, വി സ്ക്വയർ. ഇവിടെ വി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, എന്നാലും അറിഞ്ഞു വെക്കുക. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. സി എന്ന് ഇവിടെ സി ആണ് മിസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇക്വേഷനകത്ത് സി മിസ്സിങ് ആണ്, അത് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സി മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്ന് നമുക്കറിയില്ല, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇക്വേഷൻ ഡയമെൻഷനിലേക്ക് കറക്റ്റ് ആവണം. അപ്പോഴേ ഇത് പ്രോപ്പർ ഇക്വേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ സി എന്ത് തന്നെയാണ്? വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ 1 മൈനസ് വി എന്ന് പറയുമ്പോൾ വെലോസിറ്റി അല്ലേ? എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ. ഇത് രണ്ടും നോക്ക്, ഇത് രണ്ടും സെയിം ആണോ? ഇതും സെയിം ആണോ? അല്ല, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? സെയിം ആക്കണമെങ്കിൽ ഈ ഭാഗം ഇവിടെ നോക്ക്, ഇതും ഓക്കെയാണ്. ഈ അടിയിൽ വന്നതല്ലേ പ്രശ്നം? ഇത് സെയിം ആക്കണമെങ്കിൽ ഈ എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ പോകണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ അടിയിൽ വീണ്ടും എന്ത് ചെയ്യുക? എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുകളിലും താഴെ എന്തായിപ്പോയി? കട്ടായിപ്പോവും. കട്ടായി കഴിഞ്ഞാൽ 1 - 1 മൊത്തത്തിൽ പോയി. അപ്പം ഡയമെൻഷൻ എന്തായിരിക്കും? ഇവിടെ എമ്മും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഈ എൽ ടി റേസ് ടു -1 അടിയിൽ വരണം അല്ലേ? അപ്പോൾ നോക്ക്, നമ്മുടെ ഇക്വേഷൻ ഇനി തിരിച്ച് വീണ്ടും ഈ ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് പോവുകയാണെ. എം ഈസ് ഈക്വൽ ടു വീണ്ടും ആ ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് പോവാം. എം ഈസ് ഈക്വൽ ടു m0 അങ്ങനെ തന്നെ ഡിവൈഡഡ് ബൈ √1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് ഇട്ടാൽ പോലെ. ഇപ്പോൾ വി സ്ക്വയറും വെലോസിറ്റി, സി സ്ക്വയറും വെലോസിറ്റി രണ്ടും ഇതായി പോയിക്കോളും. വി സ്ക്വയറും വെലോസിറ്റി, സി സ്ക്വയറും വെലോസിറ്റി രണ്ടും കട്ടായി പോയിക്കോളും. അപ്പോൾ എം ഈക്വൽ ടു m0 എന്നുള്ള ഫോർമാറ്റിൽ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിസ്സിങ് സി സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ മിസ്സിങ് സീനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സി സ്ക്വയർ ആയിട്ട് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിളാണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ h is equal to f v square divided by L.
എഫ് ഈസ് ഫോഴ്സ്, വി ഈസ് വെലോസിറ്റി, എഫ് ഈസ് ഫോഴ്സ്, വി ഈസ് വെലോസിറ്റി, എൽ ഈസ് ദ ആങ്കുലാർ മൊമെൻറ്റം, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എച്ച്. ഓക്കെ, സിമ്പിളാണ്. ഇവിടെയും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നോക്കുക ഏതൊക്കെ രീതിയിലാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്യുന്നത് നോക്കിക്കോട്ടോ. എച്ച് ഈസ് ഈക്വൽ ടു എഫ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ ഡയമെൻഷൻ ഇതിനകത്ത് എത്ര ഇക്വേഷൻ, എത്ര പ്രോബ്ലം ഉണ്ട് നോക്കി, എത്ര ടേം ഉണ്ട്? ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ് അല്ലേ. അപ്പോൾ 2 ടേംസാണ് ഇക്വേഷനകത്തുള്ളത്. ഇത് രണ്ടും സെയിം ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഇതിൻ്റെ ഡയമെൻഷനും സെയിം ആയാൽ മതി. അപ്പോൾ എച്ചിൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ, mlt⁻². വെലോസിറ്റിൻ്റെ എന്താ, lt⁻−1. അതിനൊരു സ്ക്വയറും കൂടി ഉണ്ടാവും, v സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ ആങ്കുലാർ മൊമെൻറ്റത്തിൻ്റെത് ml²t⁻1. യെസ്. അപ്പോൾ നോക്കുക എം മുകളിൽ ഒന്നേ ഉള്ളൂ, എൽ ഇവിടെ ഉണ്ട്, l⁻1 ഉണ്ട്, എല്ലിന് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒന്ന് പരത്തി എഴുതാം കേട്ടോ, t⁻², l²t⁻², അല്ലേ. ഈ ഇതിന് 2ന് എന്ത് ചെയ്യുക, 2നും കൊടുക്കുക. അടിയിൽ എന്തുണ്ട്, ക്യാൻസൽ ചെയ്യട്ടോ. ഇനി എം ഉണ്ട്, l² ഉണ്ട്, t⁻−1 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആരൊക്കെ, എം ക്യാൻസൽ ചെയ്യാം, l² മുകളിലത്തെ l² ക്യാൻസൽ ചെയ്യാം. മുകളിൽ എന്തുണ്ട്, t⁻−4 ഉണ്ട്, അടിയിൽ എന്തുണ്ട്, മുകളിൽ ഇനി ബാക്കിയുള്ളത് ഒരു എൽ ഉണ്ട്, t⁻−4 ഉണ്ട്, അടിയിൽ t⁻−1 ഉണ്ട്. മുകളിലേക്ക് വരുമ്പോൾ എന്താവും, l t⁻−3 എന്നാവും. അപ്പോൾ എച്ചിൻ്റെ ഡയമെൻഷൻ എന്താ, എച്ചിൻ്റെ ഡയമെൻഷൻ കിട്ടി നമുക്ക് അല്ലേ, l t⁻−3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ, സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് വന്നിട്ടുണ്ട് 4.237 ഗ്രാം. അതിനകത്ത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, നമുക്കറിയാം, നോക്കിയാൽ തന്നെ അറിയാം. ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് മെഷർഡ് ടു ബി 2.51 cm3. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഫൈൻഡ് ദ ഡെൻസിറ്റി അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. നോക്കിക്കോ, ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് എത്രയാണ്, 4.237 ഡിവൈഡഡ് ബൈ വോളിയം 2.51. നമ്മൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ എടുത്ത് അടിക്കുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു 1.688047 എന്ന് പറയുന്നൊരു വാല്യൂ ആയിട്ട് കിട്ടുന്നു. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കിട്ടുന്ന വാല്യൂ ആണ്, അതെന്തോ ആയിക്കോട്ടെ, വിഷയമല്ല. നമുക്ക് വേണ്ട എന്താണ്, ഡെൻസിറ്റി അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ റൂളാണ്. അപ്പോൾ നമ്മൾ നോക്കി, സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ റൂൾ വെച്ചിട്ട് ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് നോക്കി. ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്, ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്. നമ്മൾ 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യല്ലേ, ഡിവിഷൻ ചെയ്യുമ്പോൾ ആൻസറിൽ ഡിവിഷന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ആൻസറിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ. ആൻസറിനകത്ത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ. അപ്പോൾ നോക്ക്, ആൻസറിൽ ഇവിടെ എത്ര ഉണ്ട്, ശരിക്കും നമുക്ക് കിട്ടിയ ആൻസറിൽ എത്ര ഉണ്ട്, കിട്ടിയ ആൻസറിനകത്ത് 1 2 3 4 5 6 7 ഉണ്ട് അല്ലേ. അതിന് എത്രയാക്കണം, ഇതിനെ 3 ആക്കിയിട്ട് ചുരുക്കണം. നമ്മുടെ ആൻസറിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 അല്ലേ, നമ്മളെ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതിൽ എലവൻസിനകത്ത് ലീസ്റ്റ് 3 അല്ലേ. അപ്പോൾ ആൻസറിൽ എത്രയേ പാടുള്ളൂ, ഓക്കെ. ഇതിൽ 3 ആണെങ്കിൽ ആൻസറിൽ എത്രയേ പാടുള്ളൂ, ആൻസറിനകത്തും 3 പാടുള്ളൂ. യെസ്, ഓക്കെ, യെസ്. അപ്പോൾ ആൻസർ നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പോവാം. അപ്പോൾ നോക്ക്, ഇതിനകത്ത് 1 പോയിൻറ്റ് ആൻസർ എഴുതുന്ന സമയത്ത് 1.68 ഇത്രയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നോക്ക്, 8ന് ശേഷം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 8ന് ശേഷം വരുന്നത് 8047. അപ്പോൾ 8ന് ശേഷം നോക്കുക, 5നേക്കാൾ വലിയൊരു നമ്പർ വന്നു. 8ന് ശേഷം 5നേക്കാൾ വലിയൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ അതിനെ റൗണ്ട് ചെയ്യണം. അതിനെ ഞാൻ റൗണ്ട് ചെയ്തു. 5നേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ തൊട്ട് മുമ്പേ ഉള്ള ഈ 8 ഉണ്ടല്ലോ, ഒന്ന് കൂട്ടി എഴുതാം. എന്ന് വെച്ചാൽ 1.69 എന്നാക്കി എഴുതാം. ഇത്രയും മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ കിലോഗ്രാം മീറ്റർ റേസ് ടു -3 ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ആൻസർ കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കും.